കൈ കണ്ടാലൊക്കെ എങ്ങനെയാണ് കേരളത്തിൽ കുടുംബത്തോടൊപ്പം ഇരുന്നത് കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നതിന്റെ ഒരു ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ന്യൂസ് മലയാളം എന്ന് പറഞ്ഞ ചാനലിലെ മാധ്യമപ്രവർത്തകയായിട്ടുള്ള സേതുലക്ഷ്മിയാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്. മലയാളികളെ വാർത്ത കാണാൻ പ്രേരിപ്പിക്കുന്ന അവതാരക എന്നാണ് സോഷ്യൽ മീഡിയ സേതുലക്ഷ്മിയെ വിശേഷിപ്പിക്കാറ്. ആ ഒരു വിശേഷണത്തിൽ അവർ പ്രൗഡാണ്. അതിനെക്കുറിച്ച് അവരുടെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഇന്റർവ്യൂവിനകത്ത് പറയുന്നത്. അതുകൂടാതെ അവർ ഈ അടുത്ത് എയറിൽ പോയൊരു സംഭവം ഉണ്ടായിരുന്നു. കർക്കിടക മാസം 1-ാം തീയതി അവർ ന്യൂസ് മലയാളം എന്ന് പറഞ്ഞ ചാനലിൽ അവതരിപ്പിച്ച ഒരു മോർണിംഗ് ഷോ, അതിനകത്ത് അവർ ധരിച്ച വസ്ത്രവുമായി ബന്ധപ്പെട്ട് ഒരു വിവാദം ഉയർന്നു വന്നത്. ആ ഒരു വസ്ത്രം നമ്മുടെ കേരളീയ പാരമ്പര്യത്തിന് യോജിച്ചതല്ല, അത് സംവിധാനമായിട്ടുള്ള വസ്ത്രമല്ല, ഇങ്ങനെ ഒരു വസ്ത്രം ധരിച്ചുകൊണ്ടാണ് ചാനലിൽ ന്യൂസ് വായിക്കാണ്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ധാരാളം വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിലും പൊതുസമൂഹത്തിലും ഈ പറയുന്ന സേതുലക്ഷ്മിക്കെതിരെ ഉയർന്നു വന്നിരുന്നു. ഈ ഒരു വിഷയത്തിലും അവരുടെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഇന്റർവ്യൂവിനകത്ത് അവരൊരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. എന്തായാലും സേതുലക്ഷ്മി എയറിൽ പോയ ആ ഒരു വാർത്ത നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇന്ന് 2026 ജൂലൈ മാസം 17 മലയാള മാസം കർക്കിടകം 1 ഇന്ന്. സോ ഈ ഒരു വസ്ത്രമാണ് അവരെ അന്ന് എയറിൽ കയറ്റിയത്. പക്ഷെ ഇതിനു മുൻപും ഇതേ ചാനലിൽ ഇവർ ഒരു വാർത്താ പ്രോഗ്രാമിനിടയിൽ ഇതേ വസ്ത്രത്തിൽ വന്നിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഇത് വിവാദമായില്ല. പക്ഷെ കർക്കിടകം 1-ാം തീയതി ഇവർ ഈ ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് വന്നതാണ് പലരെയും ചൊടിപ്പിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം വിമർശനങ്ങളാണ് ഇവർക്കെതിരെ അന്ന് ഉയർന്നു വന്നത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജിനകത്ത് ഇവരൊരു പോസ്റ്റ് ഇട്ടിരുന്നു. നമുക്ക് എന്തായാലും ആ ഒരു പോസ്റ്റ് കണ്ടുകൊണ്ടാണ്. കൊച്ചു കേരളത്തിലെ ചിലരുടെ ശ്രദ്ധ മുഴുവൻ പോയ ആ 2 പള്ളികൾ, ആ ഒരു സാരിയിൽ ഇവർ നിൽക്കുന്ന ചിത്രമാണ് അന്ന് പങ്കുവെച്ചത്. അതിന്റെ ക്യാപ്ഷനാണിത്. അടിപൊളി. ശരിക്കും പറഞ്ഞാൽ പലരുടെ വായടപ്പിക്കുന്ന ഒരു മറുപടിയായിരുന്നു. എന്നാൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇവർ പ്രതികരിക്കുന്നുണ്ട് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന ഇന്റർവ്യൂവിനകത്ത്. നമുക്ക് എന്തായാലും ആ ഇന്റർവ്യൂവിന്റെ കുറച്ച് ഭാഗങ്ങളൊന്ന് കണ്ടു നോക്കാം. അതിൽ ഏറ്റവും കൂടുതൽ കേരളത്തിലെ ആളുകളെ വാർത്ത കാണാൻ പ്രേരിപ്പിച്ച ഒരാൾ എന്നൊരു ക്യാപ്ഷൻ എപ്പോഴും കാണും. ഈ ക്യാപ്ഷൻ കാണുന്ന സ്ഥലത്ത് എന്താ ശരിക്കും ഫീൽ ചെയ്യുക? ശരിക്കും കാണുമ്പോൾ സന്തോഷമൊക്കെ തോന്നും. കാരണം നമ്മൾ പറയുന്ന സാധനങ്ങൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ, അവർക്കത് മനസ്സിലാവുന്നുണ്ട്. അപ്പം അത് സന്തോഷമുള്ള കാര്യമാണ് നമ്മളെ കാണുമ്പോൾ. പിന്നെ മാത്രമല്ല, ഇപ്പം നമ്മൾ പുറത്തോട്ടൊക്കെ പോകുന്ന സമയത്ത് കാണുമ്പോൾ ഒക്കെ നന്നായിട്ട് സംസാരിക്കുക, വാർത്ത കാണാറുണ്ട്, ഇഷ്ടമാ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പം അത് സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, നമ്മളെല്ലാം ചെയ്യുന്നതും ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. ഇപ്പം നമ്മൾ ഒരു പണ്ടൊക്കെ ഇപ്പം പറയുന്ന പോലെ നമ്മൾ മുകളിൽ നിന്ന് ഒരു കല്ലെടുത്തെറിഞ്ഞാൽ വീടുന്ന ഒരു യൂട്യൂബറിന്റെ തലയിലായിരിക്കും. അത്രയധികം ആളുകൾ, യൂട്യൂബേഴ്സും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയില് ആളുകൾ, നമുക്ക് പരിചിതങ്ങളായ കുറെ ആളുകളുണ്ട്. അതിനിടയിൽ ഇപ്പോഴും ചാനലുകൾ നിലനിൽക്കുന്നു. ചാനലുകളിൽ എന്തോരം വാർത്താ അവതാരകരുണ്ട്, അവരെല്ലാം നിലനിൽക്കുന്നുണ്ട്. അപ്പം അവർക്കിടയിൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നു, നമ്മളെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നു, നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകുന്നു. അതൊക്കെ കാണുമ്പോ ഒരു സന്തോഷം. കമന്റ്സിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെ കമന്റ്സ് ഒക്കെ വായിച്ച് സന്തോഷിക്കുന്ന ഒരാളാണോ? ഏറ്റവും കൂടുതൽ കാണുന്ന കമന്റ് എന്തായിരിക്കും? ഞാൻ അങ്ങനെ നോക്കാറില്ല. ഞാൻ കമന്റ്സ് വായിക്കുന്നത് രാവിലെ എന്റെ ഷോയിൽ മാത്രമേ ഉള്ളൂ. അപ്പം കമന്റ്സ് വായിക്കും. അതിപ്പോ നമ്മളൊരു ഫാമിലി പോലെ ആയെന്ന് തോന്നുന്നു. എല്ലാ ആൾക്കാരും എനിക്കറിയാം. സ്ഥിരമായിട്ട് കമന്റ് ചെയ്യുന്ന ആൾക്കാര്, ഓരോരുത്തരുടെയും പേര് പറഞ്ഞ് വീട്ടുകാര്യങ്ങളൊക്കെ ചോദിച്ചാൽ അവരെ വീട്ടിൽ അരക്കേണ്ട, ഇന്ന് എന്താ ബ്രേക്ക്ഫാസ്റ്റ്, എന്താ ഇന്നലെ എവിടെ പോയി, പനിയാണോ, പനി കുറഞ്ഞോ, അങ്ങനെ പോലും നമുക്കറിയാവുന്ന ഒരു ഫാമിലി പോലെ ആയിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പൊ കാണുമ്പോ ഇതിന്റെ സാരീസ് അല്ലെങ്കിൽ കോസ്റ്റ്യൂംസ് ആണ് ഗേൾസ് എന്നില്ല ഞാൻ നോക്കാറ്. അപ്പം ഈ ഡ്രസ്സിങ്ങിൽ തന്നെ ഇപ്പൊ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളുടെ, പ്രത്യേകിച്ച് വാർത്താ മാധ്യമങ്ങളുടെ അവതരണ ശൈലി ഒത്തിരി അധികം വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. പണ്ട് ദൂരദർശനോ ഏഷ്യാനെറ്റോ ഒക്കെ പിന്തുടർന്ന ഒരു പാതയിൽ നിന്നൊക്കെ ഒരു വ്യതിയാനം ഇപ്പോഴത്തെ നമ്മുടെ ന്യൂ ജനറേഷൻ സാറ്റലൈറ്റ് മീഡിയസിനകത്തെല്ലാം വന്നിട്ടുണ്ട്. അവർ കൂടുതലും ഓഡിയൻസുമായിട്ട് ഇന്ററാക്ട് ചെയ്തുകൊണ്ടാണ് അവരുടെ ന്യൂസ് അവതരിപ്പിക്കുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ട് റിപ്പോർട്ടർ ടിവിക്കകത്താണെങ്കിലും 24-നകത്താണെങ്കിലും ഈ പറഞ്ഞ ന്യൂസ് മലയാളത്തിനകത്താണെങ്കിലും ഈ മോർണിംഗ് ഷോയിൽ കൃത്യമായിട്ട് അവരുടെ യൂട്യൂബ് ചാനലിനകത്ത് വരുന്ന കമന്റുകൾ മുഴുവൻ അവർ വായിക്കാറുണ്ട്. ഇതിൽ ചില ഓഡിയൻസുമായിട്ട് അവർക്കൊരു ആത്മബന്ധം ഉള്ളതുപോലെ നമുക്ക് തോന്നാറുമുണ്ട്. കാരണം ചിലരുടെ സ്പെസിഫിക് ആയിട്ടുള്ള കമന്റുകൾ എടുത്ത് വായിക്കാറുണ്ട്, അവരെക്കുറിച്ച് വാദവരാതെ സംസാരിക്കാറുണ്ട്. ഇതൊക്കെ ഒരു പുതിയ മാധ്യമ ശൈലിയാണ്. അതുകൂടാതെ തന്നെ ഈ പറയുന്ന സേതുലക്ഷ്മി എന്ന് പറയുന്ന വ്യക്തി, നമുക്കറിയാം സുജയ പാർവതി, സിന്ധു സൂര്യകുമാർ, ഷാനി പ്രഭാകരൻ, ലക്ഷ്മി പത്മ, അങ്ങനെ ധാരാളം പ്രഗത്ഭരായിട്ടുള്ള മാധ്യമ പ്രവർത്തകരുണ്ട് നമ്മുടെ കേരളത്തിൽ. സ്മൃതി പരുത്തിക്കാട്, അരുൺകുമാർ, 24 ന്യൂസിലെ ശ്രീകണ്ഠൻ നായർ, ഹാഷ്മി, ഇവരെല്ലാവരും നിലനിൽക്കുന്ന ഈ ഒരു മാധ്യമ സിൻഡിക്കേറ്റ്, അങ്ങനെ തന്നെ അതിനെ വിശേഷിപ്പിക്കാം. ഇത്രയധികം ഭീമന്മാർക്കിടയിൽ താരതമ്യേന ജൂനിയർ ആയിട്ടുള്ള സേതുലക്ഷ്മി
നമ്മുടെ മലയാളി പ്രേക്ഷകരുടെ ഹൃദയം കവർന്നെടുത്തു എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അഭിമാനമുള്ള ഒരു മുഹൂർത്തം തന്നെയാണ്. അതേക്കുറിച്ച് അവർ ഈ ഒരു ഇന്റർവ്യൂവിനകത്ത് ധാരാളം പറയുന്നുണ്ട്. എന്നാലും ഈ ഒരു ഇന്റർവ്യൂ പൂർണ്ണമായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് പോയി കാണണമെന്നാണ് എന്റെ അഭിപ്രായം. ബാക്കി കൂടെ നമുക്ക് കണ്ടു. മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലോ, ഈ ന്യൂസ് പ്രസന്റേഷനിൽ മാറ്റം വന്ന പോലെ റീഡിംഗിൽ ചേഞ്ച് വന്ന പോലെ തന്നെ ഈ ഡ്രസ്സിങ്ങിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മൾ കണ്ടത്, ഞാനത് പോസ്റ്റ് കാണിച്ചത്, എനിക്കത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിന് കൊടുത്ത ഇൻസ്റ്റഗ്രാമിൽ കൊടുത്ത ഒരു ക്യാപ്ഷനാണ്. അത് ഞാൻ കാണിക്കട്ടെ. ഇതിന് കൊടുത്ത ക്യാപ്ഷൻ: കൊച്ചു കേരളത്തിലെ ചിലരുടെ ശ്രദ്ധ മുഴുവൻ പോയ 2 വള്ളികൾ. ഒരു വള്ളിയെ കാണുന്നുള്ളൂ. സോ അത് അതിന്റെ അടിയിലും കൊടുത്തിട്ടുണ്ട്. അതായത് എന്റെ പ്രോബ്ലം ഈ ഒരു ഡ്രസ് അല്ല എന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ക്യാപ്ഷൻ കൊടുക്കാനുള്ള ഒരു റീസൺ? അല്ല, അത് ഇത്രയധികം വാർത്തയാവുന്ന ചിന്തിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആളുകൾ ചർച്ചയാവുന്ന ചിന്തിച്ചിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാ അതെന്താ അങ്ങനെ വിവാദമായത് എനിക്ക് ഇപ്പോഴും മനസ്സിലാവില്ല കേട്ടോ. ഞാൻ അതിന്റെ കമന്റ്സ് ഒക്കെ കുറെ വായിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആദ്യം ഞാൻ അതിന്റെ ഒരു റിയാക്ഷൻ വീഡിയോ കണ്ടു, പിന്നെ കുറെ കണ്ടു, പിന്നെ റോസ്റ്റിംഗ് കണ്ടു. ഇതൊക്കെ കാണുമ്പോഴേ പിന്നെ നമ്മൾ ചുമ്മാ ഇരുന്ന് കമന്റ്സ് ഒക്കെ വായിക്കുമല്ലോ. അപ്പൊ അങ്ങനെ കമന്റ്സ് എല്ലാം വായിച്ച് കുറെ കഴിഞ്ഞപ്പോ വെച്ചെങ്കിൽ പിന്നെ അങ്ങ് പോസ്റ്റ് ചെയ്യാം, എന്തായാലും എല്ലാവരും കണ്ടല്ലോ. അങ്ങനെ ഇപ്പൊ നമ്മള് വാർത്ത വായിച്ചൊക്കെ തുടങ്ങുന്ന സമയത്ത്, ഇപ്പൊ ഞാൻ ആദ്യമായിട്ടൊരു 24 മണിക്കൂർ ന്യൂസ് ചാനൽ വാർത്ത വായിക്കുന്നത് മാതൃഭൂമിയിലാണ്. അപ്പൊ മാതൃഭൂമി ന്യൂസിൽ ഞാൻ വാർത്ത വായിക്കുന്ന ടൈമിൽ അവിടെ നമുക്കൊരു കൃത്യമായ ഡ്രസ് കോഡ് ഉണ്ട്. ഈ ഡ്രസ് കോഡാണ് അവിടെ വെക്കുക. അല്ലെങ്കിൽ നമ്മൾ ഒരു പേഴ്സണൽ ഡ്രസ്സൊക്കെ ഇടണമെങ്കിൽ അവിടുത്തെ കോസ്റ്റ്യൂമറോടൊക്കെ ചോദിച്ച് അനുവാദമൊക്കെ വാങ്ങിച്ചിട്ടേ നമുക്ക് അങ്ങോട്ട് വായിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയായിരുന്നു. മാതൃഭൂമിയിൽ ഞാൻ ന്യൂസ് മലയാളത്തിലേക്ക് വരുമ്പം ഇവിടെ നമുക്ക് കോസ്റ്റ്യൂമറൊക്കെ ഉണ്ട്. എങ്കിൽ പോലും നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ നമുക്ക് ആ ഡ്രസ്സ് ഇടാം. അത് ക്യാമറയ്ക്ക് ഓക്കെ ആയാൽ മതി. നമ്മൾ ഓക്കെ ആവണം, ക്യാമറയ്ക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇടാം. എനിക്ക് ഒരു ഇന്ന ഡ്രസ്സേ ഇടാൻ പാടുള്ളൂ, ഇന്ന ഡ്രസ്സ് ഇടാൻ പാടില്ല എന്നുള്ളതിൽ ഒരു റെസ്ട്രിക്ഷനേ ഇല്ല ന്യൂസ് മലയാളത്തില്. ഞാൻ ഭയങ്കരമായിട്ട് സ്റ്റൈലിഷ് ആയിട്ട് വസ്ത്രം ആ ഒരു ചാനലിന് വിഷയമില്ല. ഇവർ ഈ ഒരു വസ്ത്രം ധരിക്കുന്നതുകൊണ്ട് ആ ചാനലിന്റെ മൊറാലിറ്റിയെ അത് ബാധിക്കുന്നുമില്ല. പക്ഷെ നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹത്തിലുള്ള ആളുകൾക്കാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. അതാണ് നമ്മുടെ കേരളത്തിന്റെ ഒരു മെന്റാലിറ്റി. നമ്മൾ ഹിന്ദി സിനിമയും മറ്റു കാര്യങ്ങളൊക്കെ പോയിരുന്ന് കാണും, അതിനകത്തുള്ള ബിക്കിനി സീൻസിനെല്ലാം കൈയടിക്കും. പക്ഷെ നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു കുട്ടി ഇത്തരത്തിലൊരു വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ അവൾ മോശക്കാരി, അവൾ കേരളത്തിന്റെ സംസ്കാരത്തെ തകർക്കുന്നവൾ, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കാൻ കുറെ അധികം സദാചാരവാദികൾ നമ്മുടെ സൊസൈറ്റിയിൽ ഇന്നുമുണ്ട്. ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണ്. അത് ഇപ്പോഴെന്നല്ല, ചെറിയ കാലം തൊട്ടേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല ഡ്രസ്സുകൾ ഇടാനായിട്ട്. എൻ്റെ ശരീരപ്രകൃതി എന്ന് വെച്ചാൽ എനിക്ക് ഒട്ടും ഞാൻ എത്ര വിചാരിച്ചാലും ഞാൻ അങ്ങ് മെലിഞ്ഞു പോവില്ല. ഒരു പരിധിയിൽ കൂടുതൽ എനിക്ക് മെലിയാൻ പറ്റില്ല. വെള്ളം കുടിച്ചാലും തടിക്കും. അതെ, നല്ല മനസ്സായതുകൊണ്ട് ചെറുതായിട്ട് വെള്ളം കുടിച്ചാലും തടിക്കുന്ന കൂട്ടത്തിലാണ് ഞാനൊക്കെ മരണ വർക്കൗട്ട് എടുത്താൽ പോലും ഒരു പരിധിക്കപ്പുറം എൻ്റെ തടിയൊന്നും കുറയില്ല. വീട്ടിലെ എല്ലാവരും ഞങ്ങൾ നല്ല ആരോഗ്യമുള്ള ആൾക്കാരാണ്. അപ്പം സാധാരണ എല്ലാവരും പറയുമല്ലോ, അപ്പം തടിയുള്ള ആളുകൾക്ക് ഇന്ന ഡ്രസ്സ് ചേരില്ല, അവർ ഇന്ന ഡ്രസ്സ് ചേരുള്ളൂ, അവരുടെ കൈക്ക് കുറച്ച് തടി കൂടുതലാണ്, കൈ കാണുമ്പം പ്രശ്നമാ, അങ്ങനൊക്കെ പറയും. എനിക്ക് അങ്ങനെ ആവണ്ട, എനിക്ക് എല്ലാ ഡ്രസ്സും ഇടണം. ഞാൻ തടിച്ചിട്ടാ, പക്ഷെ എനിക്ക് ഈ ഡ്രസ്സ് എല്ലാം എനിക്ക് ചേരണം. അങ്ങനെ എനിക്ക് സ്വയം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാ പെൺകുട്ടികളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അതിനകത്ത് നിങ്ങൾ ആരെയും ഭയക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇത്തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ഈ സബ്സ്ക്രിപ്ഷൻ പോലുള്ള പരിപാടികൾ നടത്തുന്നവരോട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ നിമിഷ ബിജു ആണെങ്കിലും കേരളസൂതി ആണെങ്കിലും അങ്ങനെയുള്ള ആളുകളെല്ലാം തന്നെ ഞാൻ വിമർശിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്നത്. ഇനിയും ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ പ്രൊവൈഡ് ചെയ്ത് ക്യാഷ് സമ്പാദിക്കുന്ന ആളുകളെ ഞാൻ വിമർശിക്കും. പക്ഷേ ദയാസുജിത്തിനെ പോലെയൊക്കെ ഇതൊക്കെ ഒരു പാഷനായിട്ട് കൊണ്ടുനടക്കുന്ന കുറേയധികം ആളുകളുണ്ട്. ഇത് പ്രൊഫഷനായിട്ട് സ്വീകരിക്കുന്നത്, അതായത് മോഡലിങ്, അതേപോലെ ഫാഷൻ ഡിസൈനിങ്, ഇതൊക്കെ പ്രൊഫഷനായിട്ട് സ്വീകരിക്കുന്ന ആളുകളുണ്ട്. അവരൊക്കെ ഇത് ധരിക്കുന്നത് അവരുടെ ആ ഒരു പ്രൊഫഷന്റെ ഭാഗമായിട്ടാണ്. അല്ലാതെ അത് വിറ്റ് സ്വന്തം ശരീരത്തിന്റെ ന്യൂണിറ്റി വിറ്റ് ക്യാഷ് ആക്കാൻ ശ്രമിക്കുന്ന ആളുകളോടെ എനിക്കൊന്നും യോജിപ്പില്ല. അതുകൊണ്ട് എന്തായാലും നമുക്ക് ബാക്കി കാണാം. ഞാൻ എല്ലാ ഡ്രസ്സും ഇടും. എനിക്ക് ചേരുവോ ഇല്ലെന്ന് ഞാൻ നോക്കില്ല. എനിക്കിഷ്ടമാണ്, എനിക്കത് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാനത് ഇടും. ഞാനിപ്പം ഓണേറിൽ തന്നെ ഇതേ പറയുന്ന പോലെ തന്നെ ഡ്രസ്സൊക്കെ ഇടും, എല്ലാ ഡ്രസ്സും ഇടും. ഇപ്പൊ ഈ വിവാദമായ ഡ്രസ്സ് പോലും, ഈ ബ്ലൗസ് പോലും 2 വെള്ളി, ഈ 2 വെള്ളി ഞാൻ ഇനിയിപ്പോ ട്രെൻഡ് ബ്ലൗസ് ഇത് ഞാൻ നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ട്. അത് നേരത്തെ ഉപയോഗിച്ചപ്പോൾ പക്ഷെ അതില് വിവാദമൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ ഓഫീസിന്റെ ന്യൂസ് മലയാളത്തിന്റെ 2nd ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ട് ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്യിപ്പിച്ച ബ്ലൗസ് ആണത്, പറഞ്ഞു ചെയ്യിപ്പിച്ച ബ്ലൗസ്. അത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോട്ടോ ഇതേ ബ്ലൗസ് തന്നെ ഇവർ ഇതിനു മുൻപ്
ഇതേ ചാനലിൽ തന്നെ ധരിച്ചിരുന്നു. പക്ഷെ അന്നൊന്നും ഇത് വിവാദമായില്ല. പക്ഷെ ഇപ്പോൾ എന്തുകൊണ്ട് ഇത് വിവാദമായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കാരണം മറ്റൊന്നുമല്ല, കർക്കിടക മാസം 1-ാം തീയതി ഈ ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് വന്നു നമ്മുടെ സദാചാരവാദികളായിട്ടുള്ള അമ്മാവന്മാർക്കും അമ്മായിമാർക്കും ഇച്ചായിമാർക്കും ഇച്ചേച്ചിമാർക്കും ഒന്നും അത് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് അവരത് വിവാദമാക്കിയത്. കാരണം കർക്കിടക മാസം 1-ാം തീയതിയാണ്, അന്ന് ദൈവികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടതെന്നൊക്കെയുള്ളൊരു ചിന്താഗതിയുണ്ട്. പക്ഷെ ഇതിനകത്ത് എവിടെയാണ് നമ്മുടെ സംസ്കാരത്തിനെതിരായിട്ടുള്ള വെല്ലുവിളി എന്നൊന്നും അറിയത്തില്ല. ഇനിയിപ്പം ഓരോരുത്തരുടെ മെന്റാലിറ്റിയാണ്, അതിനെ നമുക്ക് തിരുത്താൻ പറ്റില്ല. അതെ അതെ. പക്ഷെ അന്നത് വാർത്തയായിരുന്നില്ല. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, വാവ് സേതു എന്ന് പറഞ്ഞ ആളുകൾ. ഇതിന്റെ പ്രശ്നം അതാ ബ്ലൗസിന്റെ ആണോ അതോ ഞാൻ ആ കർക്കിടക ദിവസം പറഞ്ഞതാണോ എന്നതാണ് എന്റെ സംശയം. ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നത് ആ കർക്കിടക ദിവസം എന്റെ ആ ബ്ലൗസ് അത് ആരിലൊക്കെയോ കുറച്ച് പ്രശ്നം ഉണ്ടാക്കി, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇവരെല്ലാരും കമന്റ്സ് വരുന്നതെല്ലാം ബ്ലൗസ് മാത്രമാണ് അവരുടെ പ്രശ്നമല്ല, ഞാൻ പറഞ്ഞ കണ്ടന്റ് അല്ല. അതെ. അപ്പം അതിൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയണം. ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഇൻഫർമേഷൻ തെറ്റാണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ അത് ചൂണ്ടിക്കാണിക്കണം. അത് തെറ്റാണ്, അതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. അല്ലാതെ വസ്ത്രം അത് എങ്ങനെയാണ് കുടുംബത്തോടൊപ്പം ഇരുന്നത് കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നതിന്റെ ഒരു ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു വള്ളി കണ്ടാൽ പ്രശ്നം, അല്ലെങ്കിൽ ഒരു കൈ കണ്ടാലൊക്കെ എങ്ങനെയാണ് കേരളത്തിൽ അതൊരു പ്രശ്നമായിട്ട് വരാന്ന് അതിന്റെ ഒരു ലോജിക്ക് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടേ ഇല്ല. ഇവിടെ ലോജിക്കിനല്ല പ്രസക്തി, ചിലരുടെയൊക്കെ സദാചാര വാദത്തിനാണ് പ്രസക്തി. എന്നാലും ഈ ഒരു വിഷയത്തിൽ നിന്നും നമ്മൾ മലയാളികൾ ആരും പിന്നോട്ട് പോകില്ല. നമ്മൾ മലയാളികൾ എത്ര കാലം മുന്നോട്ട് പോകുന്നോ അത്രയും കാലം തന്നെ നമ്മുടെ ഉള്ളിലെ കപട സദാചാര ബോധങ്ങളെല്ലാം ഉണർന്നുകൊണ്ടിരിക്കും എല്ലാ കാലഘട്ടത്തിലും. അതിന് ഒരു തരത്തിലുള്ള മാറ്റം ഉണ്ടാവില്ല. ഇന്ന് ജെൻസി എന്ന് പറയുന്ന നടക്കുന്ന കൊച്ചു കുട്ടികൾ പോലും നാളെ പ്രായമാകുമ്പോഴത്തേക്ക് അവരും സദാചാരത്തിന്റെ വക്താക്കളായി മാറുന്നത് നമുക്ക് അധികം വൈകാതെ കാണാൻ പറ്റും. സോ ഗൈസ്, ഇത്രയുള്ള നമ്മുടെ വീഡിയോ. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റായിട്ട് രേഖപ്പെടുത്തണം. ഓക്കെ എന്നാ ബൈ.